ഉപഭോക്താക്കൾക്കും കച്ചവടക്കാർക്കും ഒരുപോലെ പ്രയോജനം നൽകുന്ന D4 ഡെലിവറി. തിരുവനന്തപുരം നഗരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ D4 ഡെലിവറിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൊച്ചി നഗരത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ 4 ചെറുപ്പക്കാരാണ് ഇതിനു പിന്നിൽ. D4 ഡെലിവറിയുടെ വിശേഷങ്ങൾ. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹബ്സ് ആൻഡ് സ്പോക്സ്, മുംബൈയിലെ ദബ്ബാവാല തുടങ്ങിയ സംരംഭങ്ങളാണ് ഇവർക്ക് പ്രചോദനമായത്. 2 വർഷം മുൻപ് പഠനകാലത്തു തന്നെ മനസ്സിലുണ്ടായ സ്വപ്നമാണ് ഇത്തരമൊരു സംരംഭം. തിരുവനന്തപുരം സ്വദേശികളായ ഇവർ പരീക്ഷണമെന്ന നിലയിൽ സ്വന്തം നഗരത്തിലാണ് D4 ഡെലിവറിയുടെ പ്രവർത്തനം തുടങ്ങിയത്. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കും പാർക്കിംഗ് സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ലാത്തതുമൊക്കെ ഉപഭോക്താക്കൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പലപ്പോഴും പുറത്തുനിന്നും ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും വാങ്ങാൻ പോകുന്നത് വലിയൊരു തലവേദന തന്നെയാകുന്നു. ഇവിടെയാണ് D4 ഡെലിവറിയുടെ സേവനം പ്രസക്തമാകുക. പല രീതിയിലുള്ള ആൾക്കാർ, ഒന്ന് വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അതായത് മേ ബി ഹസ്ബൻഡ് വൈഫ് ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരിക്കും. ദെൻ ദ സെക്കൻഡ് കംസ് ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് ക്ലാസ്. ബേസിക്കലി രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് വൈകുന്നേരം വന്ന് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാനോ പോയി വാങ്ങിച്ച് കൊണ്ടുവരാനോ ഈ ട്രാഫിക്കൊക്കെ ഓർത്ത് എന്തിനാ അതുവരെ പോകുന്നത്, വളരെ ബുദ്ധിമുട്ടല്ലേ ഈ പാർക്കിംഗ് ഒക്കെ ചെയ്ത് ചെയ്യുക. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ ഉണ്ട്. ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ ഇതുപോലത്തെ ആർക്കിടെക്ട്സ്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര തിരക്കുള്ള ഒരു മറവി കൂടുതലുള്ളവരാണ്. അപ്പോൾ അതുപോലെ അവരെന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ്സ് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ മറന്നുപോയ ചാർജേഴ്സ്, അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലോ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രായമുള്ളവർ. അതാണ് വളരെ വേറൊരു സെഗ്മെൻ്റാണ്. ആ പ്രായമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ അതിലൊന്നില്ലെങ്കിൽ അവരുടെ സ്വന്തം മക്കളാവാം, അല്ലെങ്കിൽ പേരക്കുട്ടികളാവാം, അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആവാം, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. സോ വാട്ട് ദേ ഡു ഇറ്റ്സ് ലൈക്ക് അത് അവർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡിൽ സ്പ്രെഡ് അക്രോസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സർവീസ് അവരെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഓർഡർ ചെയ്യണം, എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് വേണ്ടിയിട്ട് ഇത്രയും ഗ്രോസറി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അത് നിങ്ങളെ കൊണ്ടൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദേ ഡു ലൈക്ക് ഓൾറെഡി ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ കരുതി ഓൺലൈൻ വഴി ഓർഡർ ചെയ്യും. ദേ ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഓൾസോ ദെയർ. ആൻഡ് ഓൾസോ ഈ പ്രായമുള്ളവർ തന്നെ നമ്മുടെ സർവീസ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു സംഭവം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്ട്രേറ്റിലുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ദി അതർ ഒരു പാർട്ടും കൂടെ ഉണ്ട്, ബേസിക്കലി സർപ്രൈസസ് എന്നുള്ളൊരു വളരെ ഒരു സെഗ്മെൻറ്റാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ബേക്കറി അവർക്കൊരു ബർത്ത്ഡേ സർപ്രൈസ്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ ദേ ജസ്റ്റ് ഗിവ് us എ കോൾ, ഇന്ന സാധനമുണ്ട്, ഇന്ന ബഡ്ജറ്റാണ്, എനിക്കൊരു സംഭവം വേണം, കൊണ്ടെത്തിക്കണം. സോ എനിവെയർ ഇൻ ദ വേൾഡ് ഇറ്റ്സ് ലൈക്ക് വി ആർ ട്രൂലി കണക്റ്റഡ് ടു ഗെറ്റിംഗ് സർവീസസ്. ആദ്യം ഭക്ഷണം മാത്രമായിരുന്നു വീടുകളിൽ എത്തിച്ചിരുന്നത്. പിന്നീട് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, പലചരക്ക് എന്നുവേണ്ട ഇവർ കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെയില്ല എന്ന് പറയാം. തിരുവനന്തപുരത്തെ വിജയമാണ് കൊച്ചിയിൽ തുടങ്ങാൻ കാരണമായത്. പനമ്പള്ളി നഗറിലും വാഴക്കാലയിലുമാണ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. നിയർലി അബൌട്ട് 2 months മുമ്പേ നമ്മൾ കൊച്ചിയിലൊരു ട്രയൽ റൺ എന്ന രീതിയിൽ തുടങ്ങിയതാണ്. ആൻഡ് ഇറ്റ് ബിഗാൻ എ ഗുഡ് ജേർണി. ആദ്യം വളരെ ഓർഡേഴ്സൊക്കെ കുറവായിരുന്നു. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരു പുതിയ സിറ്റിയിൽ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇറ്റ് ടേക്സ് നിയർലി 3 months 90 days ടൈം എടുക്കും, ഒരു കൂളിംഗ് പീരീഡ് എന്ന് പറയുന്ന സംഭവം. സോ ആ ഒരു കൂളിംഗ് പീരീഡിനേക്കാളും ആദ്യത്തെ മാസത്തിനേക്കാളും ഗ്രോത്ത് ആക്സിലറേറ്റഡ് ആയി 2ാമത്തെ മാസത്തിൽ. ആൻഡ് ഇറ്റ് ബിഗാൻ നല്ലൊരു മൊമെൻറ്റത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ദാറ്റ് ഈ മൊമെൻറ്റത്തിൽ നിന്ന് 2x 3x ടൈംസ് അടുത്ത ലീപ്പ് അടുത്ത മാസം ആകുമ്പോഴേക്കും നമുക്ക് കടക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. വിവിധ ഷോപ്പുകളുമായി സഹകരിച്ചാണ് പ്രവർത്തനം. ഇപ്പം എക്സ്പെഷ്യലി നമ്മളുടെ ഈ വെജിറ്റബിൾ ഐറ്റംസിൻ്റെ ഒരു ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇപ്പം ഒരു കസ്റ്റമർ വിളിച്ച് രാവിലെ പറയാണ് ഇന്നതുപോലെ കുറച്ച് ഐറ്റംസ് വേണം, എക്സ്പെഷ്യൽ ലീഫ്. നമ്മളുടെയൊക്കെ ലീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ്. ഇവർ വീട്ടിൽ ഡെലിവറി എടുക്കും, മേ ബി അവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് വൈകിട്ടായിരിക്കും. സോ വൈകിട്ട് ആ റെപ്യൂട്ടേഷൻ പോകാനാണ് വളരെ സിമ്പിളാണ്. കാരണം വൈകിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഫുൾ വാടിയിട്ടുണ്ടാകും. പക്ഷേ ഓൺ ടൈം അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്, എക്സ്പെഷ്യലി ഈ ലീഫ് ഐറ്റംസ് വെജിറ്റബിൾസിൻ്റെ. അപ്പം ആ ഇഷ്യൂസ് കവർ ചെയ്യാൻ വേണ്ടി ഇവരെ പോലുള്ളവരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ അതാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വൈകിട്ട് ഡെലിവറി കൊടുത്താൽ മതി, അവരുടെ ടൈമിംഗ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഫോൺ വഴിയും ഓൺലൈനായും ഓർഡറുകൾ നൽകാം. 45 മിനിറ്റാണ് പരമാവധി സമയം. 50 രൂപയാണ് മിനിമം ഡെലിവറി ചാർജ്. കാൽക്കുലേറ്റ് ചെയ്യുന്നത് 3 കിലോമീറ്റേഴ്സിന് 50 rupees, പിന്നെ ഓരോ കിലോമീറ്ററിനും 10 രൂപ വെച്ചാണ്. എറണാകുളത്ത്
ഡ്രൈവ് ചെയ്യാൻ തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. യൂഷ്വലി ഇപ്പോൾ മെട്രോ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ പർച്ചേസിന് പോകാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര കാര്യമാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ D4 ഡെലിവറി പോലുള്ള സാധനങ്ങളാണ് ഞാൻ വിളിക്കാറ്. അപ്പം അവരുടെ ടൈം അത്ര കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ എത്തിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം വളരെ അത്യന്താപേക്ഷിതമാണ് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പ്രായമുള്ള വീട്ടുകാരൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. കൊച്ചിയിൽ നല്ല പ്രതികരണമാണ് ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. നഗരത്തിരക്കിൽ ഇത് കച്ചവടക്കാർക്കും പ്രയോജനമാകുന്നു. മണി ടൈമിൽ ഇനിയൊരു ഇടവേള.